നമ്മുടെ മക്കളുടെ ഭാവി ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന യാതൊരു വക ചിന്തയും ഇല്ലാതെയാണ് യുവതലമുറയുടെ ഓരോരോ പ്രവർത്തികൾ. ഇതിൽ ഒന്നാം സ്ഥാനത്താണ് റൂം എടുക്കൽ ട്രെൻഡ്. പ്രേമം തുടങ്ങി 2-ാം ദിവസം മുതൽ ആരംഭിക്കും ഹോട്ടലിൽ റൂം എടുക്കുന്ന ട്രെൻഡ്. സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് എന്ന തിയറിയാണത്രേ ഈ വികാരത്തിൻ്റെ അടിസ്ഥാനം. സെക്സ് ചെയ്യാൻ കല്യാണം വരെ എന്തിനു കാത്തിരിക്കണം എന്നാണ് യുവതലമുറയുടെ ചോദ്യം. 2 പേർ തമ്മിൽ പ്രണയത്തിലായി കഴിഞ്ഞാൽ 2 ശരീരങ്ങളും ഒന്നായി കാണുകയും ശാരീരിക ബന്ധത്തിൽ പരസ്പര സമ്മതത്തോടെ ഏർപ്പെടുകയും ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ചോദ്യം. ഇതിൽ 16 വയസ്സ് മുതലുള്ള കുട്ടികളും ഉണ്ടെന്നതാണ് ആശങ്ക. ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് സമൂഹവും കൂട്ടുനിൽക്കുന്നു എന്നതാണ് മറ്റൊരു വശം. ഹോട്ടലുകൾ, ലോഡ്ജുകൾ എന്നിവിടങ്ങളിൽ കുറഞ്ഞ നിരക്കിൽ റൂമുകൾ നൽകിക്കൊണ്ടാണത്രേ ഈ സഹായം. ഓയോ പോലുള്ള റൂം സംവിധാനങ്ങൾ യുവാക്കളുടെ ഇടയിൽ വൻ പ്രചാരത്തിലുള്ള ഒന്നാണ്. കൂടാതെ മണിക്കൂറുകൾക്ക് വേണ്ടിയും റൂം നൽകപ്പെടുന്നതാണ്. ഇതിന് തുച്ഛമായ പണം മാത്രം നൽകിയാൽ മതി. ഇതിൻ്റെ എല്ലാം പരിണതഫലം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് വർദ്ധിച്ചു വരുന്ന അബോർഷൻ നിരക്കും പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന എയ്ഡ്സ് എന്ന മഹാരോഗവും. കേരളത്തിൽ എയ്ഡ്സ് എന്ന രോഗം പടർന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യുവാക്കൾക്കിടയിൽ പടർന്നു പിടിക്കുന്ന രോഗം ആശങ്കയുണർത്തുന്നു. എറണാകുളം, പറവൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് രോഗം കൂടുതലും പടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ മക്കൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊരു കൃത്യമായ വിവരം നമുക്കില്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ അവർ ചെന്ന് പെടാനുള്ള സാധ്യത കൂടുതലാണ്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ തെറ്റില്ല, ശരി, സമ്മതിക്കുന്നു. പക്ഷെ അതിന് കൃത്യമായ സുരക്ഷയും ഭാവിയിൽ അതുകൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങളും ഉണ്ടാകാത്ത തരത്തിലായിരിക്കണം അത് ചെയ്യേണ്ടത്. സെക്സ് റാക്കറ്റിംഗ്, ഓൺലൈൻ ബ്ലാക്ക് മെയിലിംഗ്, ഹണി ട്രാപ്പ് തുടങ്ങിയ നിരവധി വിപത്തുകളിലേക്ക് നമ്മുടെ മക്കൾ ചെന്നകപ്പെടാതെ ശ്രദ്ധിക്കണം. അവരാണ് നമ്മുടെ വരും കാല പ്രതീക്ഷ. ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.